തലശ്ശേരി നഗരസഭ മുൻ കൗൺസിലറും CPM പ്രവർത്തകനുമായ കൊമ്മൽ വയലിലെ ചമ്പാടൻ രാജേഷ് എന്ന മണിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 10 പ്രതികളായ BJP പ്രവർത്തകർക്ക് തടവും പിഴയും കോടതി ശിക്ഷ വിധിച്ചു. അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി M. ശ്രുതിയാണ് വിധി പ്രസ്താവിച്ചത്. കേസിൽ 11 പ്രതികളാണുള്ളത്. കൊമ്മൽ വയൽ വാർഡിൽ നിന്നും വിജയിച്ച ഉപ്പേട്ട പ്രശാന്ത്, ചെള്ളത്ത് കാവിന് സമീപത്തെ മഠത്തിൽ താഴേക്കുനിയിൽ രാധാകൃഷ്ണൻ, വയലളം ചെട്ടീൻ്റെവിട പറമ്പിൽ രാജശ്രീ ഭവനിൽ രാധാകൃഷ്ണൻ, കൊമ്മൽ വയലിൽ മയിലാട്ടിൽ ഹൗസിൽ PV സുരേഷ്, മയിലാട്ടിൽ ഹൗസിൽ NC പ്രശോഭ്, ജിജേഷ് എന്ന ഉണ്ണി, മൂഴിക്കര കഴുങ്ങോറട്ടയിൽ K. സുധീഷ് എന്ന മുത്തു, കൊമ്മൽ വയലിൽ കടുമ്പേരി ഹൗസിൽ പ്രജീഷ് എന്ന പ്രജൂട്ടി, മുളിയിൽ നട ഗോവിന്ദപുരത്തിൽ OC രൂപേഷ്, പാർസിക്കുന്നിലെ പാറയിൽ മീത്തൽ മനോജ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. സംഭവത്തിന് ശേഷം കേസിലെ പ്രതി മാടപ്പിടിക കാട്ടിൽ പറമ്പത്ത് മനോജ് മരണപ്പെട്ടിരുന്നു. വിവിധ വകുപ്പുകൾ പ്രകാരം പ്രതികൾക്ക് 36.6 വർഷം തടവാണ് കോടതി ശിക്ഷ വിധിച്ചത്. എന്നാൽ ഓരോ പ്രതികൾക്കും 10 വർഷം വീതം ശിക്ഷ അനുഭവിച്ചാൽ മതി. 1,80,000 രൂപ വീതം ഓരോ പ്രതികളും പിഴയടക്കണം. പിഴയടച്ചാൽ അക്രമത്തിനിരയായ രാജേഷിന് പിഴത്തുകയുടെ പകുതി തുകയും ബാക്കി തുക അക്രമത്തിനിരയായ കുടുംബത്തിനും നൽകണം. 2007 ഡിസംബർ 15 രാത്രി 11:45 കേസിന് ആസ്പദമായ സംഭവ ദിവസം രാജേഷിന്റെ സഹോദരൻ രഞ്ജിത്ത്, സഹോദരന്റെ ഭാര്യ റഷിന എന്നിവരും വീട്ടിലുണ്ടായിരുന്നു. വീടിന്റെ വാതിൽ ബോംബെറിഞ്ഞ് തകർത്തതിനു ശേഷം അകത്തു കടന്ന പ്രതികൾ രാജേഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പാനൂർ സർക്കിൾ ഇൻസ്പെക്ടർ PB പ്രശോഭ്, പോലീസ് ഓഫീസർമാരായ PP ബാലൻ, K. വിനോദ്, VP സുരേന്ദ്രൻ എന്നിവർ അന്വേഷണം നടത്തിയ കേസിൽ PK സന്തോഷാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് C. പ്രകാശനാണ് ഹാജരായത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.